Hey everyone, welcome back to my channel. I am going on my first ever international trip and the destination is none other than Thailand. സോ ഈ ഒരു വ്ളോഗിൽ എൻ്റെ ഒരു ഹോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഏതൊക്കെ പ്ലേസസ് ആണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്, എന്തൊക്കെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തു ആൻഡ് ഐറ്റിനറി, ഫുഡ് ആൻഡ് കഫേസ് വി ഹാവ് ട്രൈഡ്, ഷോപ്പിംഗ്, ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് ഓൾ ദ ലിറ്റിൽ മൊമെൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ എല്ലാം ഈ വ്ളോഗിൽ കാണാം. സോ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ്ലി ടു ഫുക്കറ്റാണ് വന്നത് ആൻഡ് ഇറ്റ് വാസ് എ 4 hour ഫ്ലൈറ്റ് ജേർണി. ആൻഡ് ഞങ്ങൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്നത് ഡിസംബർ മന്തിലാണ്, വിച്ച് ഇസ് എ pretty busy season, so flights and everything were a little more expensive compared to the usual months. But why December? There were two main reasons. First reason എന്ന് പറയുന്നത് December is one of those months when we usually get more leaves and holidays. ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഡിസംബർ ചൂസ് ചെയ്തത്. ആൻഡ് സെക്കൻഡ്ലി ക്രിസ്മസ്. സോ ഫുക്കറ്റ് നമ്മളൊരു 8 o'clock ആയപ്പോഴത്തേക്കും റീച്ച് ആയിരുന്നു ആൻഡ് നമ്മുടെ ഹോട്ടൽ ചെക്ക് ഇൻ ടൈം വന്നിട്ട് 2 o'clock ആയിരുന്നു. സോ കുറച്ച് ടൈം കില്ല് ചെയ്യാനായിട്ട് ഞങ്ങൾ സെൻട്രൽ ഫുക്കറ്റ് നമ്മളിവിടെ ഒരു മോളിൽ വന്നിട്ടുണ്ടായി ആൻഡ് ഇവിടെ ഫ്രൂട്ട് സെക്ഷൻ കണ്ടിട്ട് സോ ഗുഡ്. നമ്മളവിടെ കിട്ടുന്ന പോലത്തെ ഫ്രൂട്ട്സ് എല്ലാത്തിൻ്റെയും വലിപ്പം തന്നെ ഇറ്റ്സ് വെരി ബിഗ്. ഇതാണ് നമ്മൾ മേടിച്ചത്. giant piece of dragon fruit and giant piece of mango. സോ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഒരുപാട് കേക്ക്സൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഈ ഒരു മോള് ഫുൾ ക്രിസ്മസി വൈബായിരുന്നു. I have a pen obsession. See what I found. എല്ലാം കണ്ടിട്ടൊന്നും മേടിക്കാൻ തോന്നുന്നില്ല. ടൈബാത്ത് നേരെ INR കൺവേർട്ട് ചെയ്യുമ്പോൾ ടു എക്സ്പെൻസീവ്. ബട്ട് ഐ എം ടു ഹാപ്പി. സോ ക്യൂട്ട്. ആൻഡ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ കുറച്ച് ക്രിസ്മസ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് നമ്മളൊരു ചോക്ലേറ്റ് കോട്ടഡ് ഒരു ഗ്രേപ്സ് ആൻഡ് സ്ട്രോബെറി മേടിച്ചു. ഫസ്റ്റ് ടൈം ഇത് കഴിക്കുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് ഫൺ. ഒരു ഫൺ എലമെൻ്റ് ഉള്ളൊരു സംഭവമായിരുന്നു. നെക്സ്റ്റ് തിങ് വാട്ട് ഐ ഹവ് ട്രൈഡ് ഇസ് മാച്ച. ഇവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് മാച്ച കുടിക്കുന്നത്. എവർ സിൻസ് ദെൻ ഐ ഹവ് ബിക്കം എ മാച്ച അഡിക്റ്റ് ഒന്നും അല്ലെങ്കിലും ഐ റിയലി ലൈക്ക് മാച്ച. ആൻഡ് സർപ്രൈസിംഗ്ലി ദീപുവിന് ഇഷ്ടപ്പെട്ടു. ദീപുവിന് നോർമലി ടീ കോഫി ഒന്നും വലിയ താല്പര്യമില്ല. ബട്ട് ഇത് ട്രൈ ചെയ്തപ്പോൾ ഹി ആക്ച്വലി ലൈക്ഡ് ഇറ്റ്. ഫൈനലി തായ്ലൻഡ് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് കഴിക്കേണ്ട ഒരു ഫുഡായിരുന്നു മാംഗോ സ്റ്റിക്കി റൈസ്. ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഓരോ വീഡിയോസ് കാണുമായിരുന്നു തായ്ലൻഡിലെ കഫേസ് ഫുഡ്. അപ്പോൾ തൊട്ട് മാംഗോ സ്റ്റിക്കി റൈസാണ് എൻ്റെ ഫീഡിൽ മൊത്തം വരുന്നത് തന്നെ. സോ നമ്മുടെ ചെക്ക് ഇൻ ടൈമായി. സോ നമ്മൾ ഹോട്ടലിലേക്ക് പോവാം. സോ ഗൈസ് നമ്മൾ ഈ വെയിലത്ത് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. നമുക്ക് ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ട്. സോ ഇനി ഹോട്ടലിൽ പോയിട്ട് കാണാം. ബൈ. വേറെ ഒന്നും മേടിക്കണ്ട. ദീപു എന്ത് ചെയ്യാൻ പോവാ ഇത് കുടിച്ചതപ്പോൾ നല്ല കയ്പായി. അതുകൊണ്ട് നമ്മൾ ബനാന മിൽക്ക് ഒഴിക്കാന്ന് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ലെറ്റ്സ് സീ. സോ നമ്മൾ സെൻട്രൽ ഫുക്കറ്റ് മോളിൽ നിന്ന് നടന്നാണ് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നത്. കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വരുന്ന വഴിക്ക് ഞങ്ങൾ 7-Eleven കയറി കുറച്ചൊക്കെ സ്നാക്സൊക്കെ മേടിച്ചു. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ ഹോം ഫോർ ദ നെക്സ്റ്റ് 3 days. ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോഴും കറക്റ്റായിട്ട് പേര് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ബട്ട് ദ സ്റ്റേ വാസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. The whole place was super aesthetic. The hospitality was really good and the breakfast was also included. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്നാക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുക്കറ്റ് മോളൊക്കെ കണ്ട ശേഷം ഇപ്പോൾ പോകാൻ പോകുന്നത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. അല്ല, ഓൾഡ് ടൗണിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകും. ഔട്ട്ഫിറ്റ് കാണിക്കൂ.
ഇവിടുത്തെ ക്യാബ്സൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ക്യാബ്സൊക്കെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഭയങ്കര ഫണ്ണായിരുന്നു അത് കാണാൻ. സോ നമ്മൾ ആദ്യം ചെക്ക് ഇൻ ചെയ്തിട്ട് പോയ സ്ഥലം ഫുക്കറ്റ് ഓൾഡ് ടൗൺ ആണ്. ആൻഡ് ദെൻ ഫുക്കറ്റിൽ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളത് അവിടുത്തെ ഓൾഡ് ടൗൺ തന്നെയാണ്. ആൻഡ് മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്ത പോലെ തന്നെ എനിക്ക് തായ്ലൻഡ് വന്ന് ട്രൈ ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നൊരു ഫുഡായിരുന്നു പാഡ് തായ്. ഓൾഡ് ടൗണിൽ തന്നെ നല്ല പാഡ് തായ്, മാംഗോ സ്മൂത്തി ഒക്കെ കിട്ടുന്ന ഒരുപാട് സ്പോട്ട്സ് ഉണ്ട്. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ ഒരുപാട് സുവനിയർ ഷോപ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ക്യൂട്ട് ആൻഡ് ഫാൻസി ഐറ്റംസ് ഉണ്ട്. ലോക്കൽ തിങ്സ്, ഡെക്കറേഷൻ ഒക്കെ കിട്ടുന്ന ഒരുപാട് ചെറിയ സ്റ്റോൾസ് ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം കാണാൻ പറ്റും. ആൻഡ് പിന്നെ ഇവിടെ കുറച്ച് സമയം വെറുതെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഷോപ്സ് കാണുകയും ചെയ്യാം. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് ഇവിടെ ഒരുപാട് 7-Eleven ഷോപ്സ് ഉണ്ട്. നമ്മൾ എന്ത് കഴിക്കാനാണ് വന്നത്? പാഡ് തായ്. ഓക്കെ. ചൈനീസ് സ്പെഷ്യൽ തായ്ലാൻഡ് ഡിഷ്. ചൈനീസ് ആണായിരുന്നു. ചൈനീസ് എനിക്കറിയാൻ പാടില്ല. കഴിച്ച് കഴിയുമ്പോൾ പറയാം. തായ്ലൻഡ് സ്പെഷ്യൽ ആണല്ലേ? സോ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ കഴിക്കാൻ വന്നു. പാഡ് തായ്, ഫ്രഞ്ച് റൈസ് ആൻഡ് സം സോർട്ട് ഓഫ് എന്തൊരു റൈസാണ് കഴിക്കാൻ പോകുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് മോസ്റ്റ് പ്രോബബ്ലി വിൽ ഗോ ടു ഹാരി പോട്ടർ cafe which is nearby. So this is the first time I'm going to try pad thai. Already നമ്മൾ mango sticky rice കഴിച്ചു. That was so good and I'm expecting the same for pad thai also. ദീപ എന്താ ഓർഡർ ചെയ്യുന്നേ? ഞാൻ മീറ്റ് റൈസ് വിത്ത് സംതിങ് ഗാർലിക് എന്തോ ചിക്കൻ ആയിരുന്നില്ലേ? ഞാൻ ഓർഡർ ചെയ്തത് പാഡ് തായ് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ്. എങ്ങനെയുണ്ട് ദീപൂടെ? സോ നമ്മൾ പാഡ് തായ് ഒക്കെ കഴിച്ച ശേഷം പിന്നെയും സ്ട്രീറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമ്മൾ നേരെ 7-Eleven പോയി പിന്നെയും കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. നമ്മൾ ഈ ഒരുപാട് നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും. സോ അവിടുത്തെ സീവിറ്റൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കുടിക്കാൻ എപ്പോഴും. ആൻഡ് ആസ് ഐ സെഡ് നമ്മൾ ഹാരി പോട്ടർ കഫേയിലൊന്നും പോയില്ലായിരുന്നു. കാരണം അവിടെ എൻട്രി ഫീ ഉള്ളതുകൊണ്ടും കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും പിന്നെ പോയില്ല. പിന്നെ ഡയറക്റ്റ്ലി നമ്മൾ പോയത് പത്തോങ് ബീച്ചിലാണ്. ആൻഡ് ഇവിടെ നമ്മൾ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. ആൻഡ് ഓണസ്റ്റ്ലി വാക്കിംഗ് സ്ട്രീറ്റ് വാസ് റിയലി ഗുഡ്. It actually my first time experiencing a place like this and I really enjoyed the whole vibe. നമ്മൾ ആക്ച്വലി വാക്കിംഗ് സ്ട്രീറ്റിലെത്തിയപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. പ്രീവിയസ് ഡേ നമ്മുടെ ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയിരുന്നു. ബട്ട് അത്രയ്ക്കും ടയേർഡായിട്ട് പോലും വി ആക്ച്വലി വാക്ക് ത്രൂ ദ എൻറ്റയർ വാക്കിംഗ് സ്ട്രീറ്റ് ആൻഡ് എക്സ്പ്ലോർഡ് ഹോൾ പ്ലേസ്. ഡിഫറെൻറ്റ് ഷോപ്സ്, പീപ്പിൾ, ലൈറ്റ്സ്, മ്യൂസിക് എല്ലാം കൂടി നല്ലൊരു വൈബായിരുന്നു. അടിപൊളി. സോ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് തായ് റൊട്ടി ട്രൈ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു വെരി പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഇതുണ്ടാക്കുന്ന പ്രോസസ്സ് കാണാൻ നല്ല രസമാണ് ആൻഡ് നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇവിടെ കഴിയുവാണ്. എനിക്ക് കാലനക്കാൻ പോലും വയ്യ. സോ ടയേർഡ് ആൻഡ് ഓൾറെഡി കാൽ അവിടെ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്താ പറയാനുള്ളത്? ഇനിയും പറയാൻ വയ്യ. എങ്ങനെയുണ്ട് ദീപു കരിക്ക്? ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഡേ ഇൻ തായ്ലൻഡ്. ഇന്ന് ആക്ച്വലി നമുക്കൊരു ബിഗ് ഡേ ആണ്. ബിക്കോസ് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേഗം ഫുക്കറ്റ് ഐലൻഡ് ടൂറിന് വേണ്ടി പോകാൻ റെഡി ആവാൻ പോവാണ്. ആൻഡ് പ്രീവിയസ് ഡേ തന്നെ നമ്മൾ ഐലൻഡ് ടൂറിന് വേണ്ടി പാക്കേജൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഈ പാക്കേജിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they'll arrange the pickup and drop off themselves. സോ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സോ ഒരു 8 o'clock ആയപ്പോഴത്തേനും അവർ പിക്ക് ചെയ്യാൻ വന്നു. ആൻഡ് ഓണസ്റ്റ്ലി ദിസ് വാസ് ദ ഡേ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ മോസ്റ്റ്. ബിക്കോസ് ഞാൻ ഇത്രയും നാളായി പിക്ചേഴ്സിലും വീഡിയോസിലും മാത്രം കണ്ടിരുന്ന ക്ലിയർ ബ്ലൂ വാട്ടറൊക്കെ നേരിട്ട് കാണാൻ പോവാണ്. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്.
സോ ഖൈനായി ഐലൻഡിൽ നമുക്ക് 1 hour ആണ് സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ആ ഒരു മണിക്കൂർ കൊണ്ട് ഐലൻഡ് മൊത്തം ചുറ്റി കണ്ടിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ഐലൻഡിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആക്ച്വലി ഈ ഐലൻഡ് ടൂറിൽ ഓരോ ഐലൻഡിനും ഓരോ ടൈം സ്ലോട്ട്സ് ആണ് ഉള്ളത്. അതായത് ഓരോ ഐലൻഡിനും ഇത്ര ഡ്യൂറേഷൻ മാത്രമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഐലൻഡിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ആരുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ആ നടുക്ക് പോയി നിൽക്ക്. സോ നമ്മുടെ ഖോനായി ഐലൻഡിലെ ടൈം കഴിഞ്ഞു. സോ നൗ വി ആർ ഗോയിങ് ടു സം അതർ ഐലൻഡ്. ഞാൻ പേര് മറന്നു, ഏതാന്ന് എത്തുമ്പോൾ പറയാം. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഐലൻഡ് മൊത്തം ക്യാറ്റ്സ് ആണ്. പിന്നെ ഒരുപാട് കഫേസ് ആൻഡ് ബാർസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു മങ്കി ഐലൻഡിലേക്കായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങി ആ ഒരു ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാനൊന്നും നിന്നില്ല. കാരണം ഹൈ ടൈഡ്സ് ഉള്ളതുകൊണ്ട് ആ ഒരു ഏരിയ മൊത്തം വാട്ടർ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മങ്കീസ് ആണെങ്കിലും കുറച്ച് അഗ്രസീവായിട്ടുള്ള മങ്കീസ് ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. സോ ഒരു പേടി കാരണം ഞങ്ങൾ ഇറങ്ങിയില്ല. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇറങ്ങിയ ഐലൻഡാണ് ഫീഫി ഐലൻഡ്. അവിടെ നിന്നായിരുന്നു നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നൈസ് ഒരു ബുഫേ ലഞ്ചായിരുന്നു. ആൻഡ് ലഞ്ച് കഴിച്ച ശേഷം നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എക്സ്പ്ലനേഷൻ തന്നു അവർ. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് സ്നോർക്കലിംഗ് ആയിരുന്നു. അല്ലാണ്ട് ജെറ്റ് സ്കീ ഉണ്ടായിരുന്നു, പിന്നെ സ്ക്യൂബ ചെയ്യാം. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഐലൻഡാണ് മായ ബേ. സോ മറ്റ് ഐലൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ മായ ബേ ഇസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് എ പ്രൊട്ടക്റ്റഡ് റിസർവ് ഫോറസ്റ്റ്. ആൻഡ് പിന്നെ നമ്മൾ വന്ന ടൈമിൽ കുറച്ച് ബേബി ഷാർക്സിനെയൊക്കെ കുറേ ആൾക്കാർ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. മായ ബേ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ് ഇൻ തായ്ലൻഡ്. ഇത് ഫീഫി ഐലൻഡിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ബേ ആണ്. ആൻഡ് ഇവിടുത്തെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് ആൻഡ് വൈറ്റ് സാൻഡി ബീച്ച്. പിന്നെ ചുറ്റുമുള്ള വലിയ ലൈം സ്റ്റോൺസ് ഒക്കെ ഒരു ക്ലിഫ്സാണ്. ആൻഡ് എല്ലാം കൂടി ഒരു പോസ്റ്റ് കാർഡ് പോലെ തോന്നും. അങ്ങനെ മായ ബേ കൂടി കണ്ടിട്ട് ആർ ഐലൻഡ് ടൂർ ഒഫീഷ്യലി കെയിം ടു ആൻ എൻഡ്. സോ ഇനി നമ്മൾ തിരിച്ച് ബോട്ട് കയറിയ സ്ഥലത്തേക്ക് പോകണം. ആൻഡ് അവർ നമ്മളെ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഹായ് ഗായസ്, ഞാൻ പിന്നെ വന്നു. സോ ഐലൻഡ് ടൂറൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഐലൻഡ് ടൂറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇറ്റ് വാസ് സോ ഗുഡ് ടു ബി ഓണസ്റ്റ്. ഞാൻ സ്നോക്കലിംഗ് ചെയ്തു, പിന്നെ സീയിൽ സ്വിം ചെയ്തു. ഈ 2 ആക്ടിവിറ്റീസാണ് മെയിൻലി ചെയ്തത്. ആൻഡ് നമ്മൾ സ്പീഡ് ബോട്ടിലാണ് ഇവിടുന്ന് കൊണ്ടുപോയത് ഓരോ ഐലൻഡിലും. സോ ഇറ്റ് വാസ് എ 7 ഐലൻഡ് ടൂർ. ആൻഡ് ഫസ്റ്റ് ഐലൻഡ് വാസ് ഖൗനായി, അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു ഐലൻഡായിരുന്നു. അവിടെ കുറച്ചും കൂടി ഒരു ലൈവായിട്ടുള്ളൊരു ഐലൻഡാണ്. ലൈക്ക് ഒരുപാട് കഫേസ്, ബാർ, പിന്നെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ജെറ്റ് സ്കീ ഒക്കെ അവിടെ ഉണ്ട്. ആൻഡ് സെക്കൻഡ് വിച്ച് വാസ് മങ്കി ഐലൻഡ്. അവിടെ നിന്ന് ഒരു ഭയങ്കര ടൈഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയില്ലായിരുന്നു. ആൻഡ് അവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ദെൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇറ്റ്സ് മായ ബേ. മായ ബേ ഇസ് ടു ഗുഡ്. മായ ബേയിലാണ് ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വാസ് സോ ഗുഡ്. മായ ബേ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് സറിയൽ ആയിട്ടാണ് ഉള്ളത്. ആൻഡ് മായ ബേ വാസ് 100 on 100. പിന്നെ ലാസ്റ്റ് 7 ഐലൻഡ് ഞാൻ പറയുന്നില്ല. അതിനിടയ്ക്ക് നമ്മൾ വൈക്കിംഗ് കേവ്സിൽ പോയി. ദെൻ കുറച്ച് ഐലൻഡ്സിൽ പോയായിരുന്നു. ടോട്ടലി ഈ ഐലൻഡ് ടൂർ എടുക്കുന്നത് ലൈക്ക് ഭയങ്കര വർത്ത് ഇറ്റാണ്. ഐ തിങ്ക് ഫോർ 2 people ഇറ്റ് വാസ് അറൗണ്ട് 2600 baht. സോ ഫുക്കറ്റിൽ വരുവാണെങ്കിൽ ഐലൻഡ് ടൂർ എടുക്കുന്നത് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ആൻഡ് ഈ ഐലൻഡ് ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ വി വർ സോ ഹംഗ്രി. അങ്ങനെ നമ്മൾ മെക്ഡോണൽഡ്സിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെൻട്രൽ ഫുക്കറ്റ് മോളിൽ പോയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഡേ നമ്മൾ കഴിച്ച ചോക്ലേറ്റ് കോട്ടഡ് ഗ്രേപ്സ് ആൻഡ് സ്ട്രോബെറി, അവിടെ നിന്ന് നമ്മൾ ഇത്തവണ ഷുഗർ കോട്ടഡ് ഗ്രേപ്സ് ആൻഡ് സ്ട്രോബെറി ട്രൈ ചെയ്തു.
ലാസ്റ്റ് ഡേ വന്നതാണെന്ന് ആ പുള്ളിക്കാരി മനസ്സിലാക്കി. എന്നിട്ട് ആ ചേച്ചി നമുക്കൊരു ഫ്രീ ആയിട്ടൊരു സ്റ്റിക്ക് കൂടി തന്നു. ആൻഡ് ചേച്ചി നോട്ടീസ് ചെയ്യാൻ കാരണം എൻ്റെ ഹെയർ ആണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. സോ നമുക്കൊരു ഫ്രീ ഒരു ഷുഗർ കോട്ടഡ് ഗ്രേപ്സും കൂടി പുള്ളിക്കാരത്തി തന്നു. ആൻഡ് ഷീ വാസ് വെരി സ്വീറ്റ്. 2 മേടിച്ചപ്പോൾ നമുക്ക് ഒന്നൊരു ഫ്രീ തന്നു. കൈയുടെ അത്ര വലിപ്പമുള്ള ഒരു ആപ്പിൾ. സോ സെൻട്രൽ ഫുക്കറ്റ് മോളിൽ നിന്നൊരു കണക്റ്റിംഗ് ഒരു ബ്രിഡ്ജ് ഉണ്ട് നെക്സ്റ്റ് മോളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. ഇത് സെൻട്രൽ മോൾ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ലക്ഷറീസ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സോ ദിസ് ഇസ് എ ലാസ്റ്റ് ഡേ ഇൻ ഫുക്കറ്റ്. സോ ഇന്ന് ആക്ച്വലി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഓൾഡ് ടൗണിൽ പോവാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓൾഡ് ടൗൺ തന്നെയാണ്. അവിടുത്തെ ഷോപ്സ് പിന്നെ ഷോപ്പിംഗ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമായത്. ഗുഡ് മോർണിംഗ് ഗേൾസ്. നമ്മളിപ്പോൾ ഫുക്കറ്റിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോവുകയാണ് ഇന്ന്. ആൻഡ് ഇവിടുത്തെ ഹോട്ടൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് ലിറ്റിൽ ഫുക്കറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്, വിച്ച് ഈസ് എൻ ഓൾഡ് ഫുക്കറ്റ് ടൗൺ. നമ്മളിപ്പോൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഗ്രാബ് വന്ന ഉടനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ഈ ഓൾഡ് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് ഫസ്റ്റ് ഡേ. വേറെ ടൈഗർ കിങ്ഡം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല അങ്ങോട്ടേക്ക് പോകാൻ. സോ ഓൾഡ് ടൗൺ നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു. സോ ഫുഡും അവിടെ നിന്ന് നമ്മൾ കഴിച്ചൊക്കെ നല്ലതായിരുന്നു. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ദേർ അഗൈൻ. നല്ല രസമുണ്ട് മൗണ്ടൈൻ സൈഡിൽ നിന്ന് കാണാൻ. സോ നമ്മൾ ഈ ഹോട്ടൽസിൽ പോകുമ്പോൾ മെനുവിൻ്റെ കൂടെ ഒരു പിക്ചറും കൂടെ വരുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് പേര് കേട്ടാൽ എന്തായാലും അറിയത്തില്ല എന്താ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന്. സോ ഇതുപോലെ പിക്ചേഴ്സൊക്കെ വെക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള തായ്ലൻഡ് ടീ ആയിരുന്നു. സോ തായ്ലൻഡ് ടീ എനിക്ക് കുടിച്ച് നോക്കാൻ കുറച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം ഇവിടുത്തെ ടീ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. പക്ഷെ നമ്മളുമായിട്ട് കുറച്ച് സിമിലറാണ്, എങ്കിലും ഫ്ലേവറിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെയുണ്ട് ദീപു തായ് ടീ? സൂപ്പർ. നമ്മുടെ ടീ ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സെയിമാണ്, ഫ്ലേവറിൽ കുറച്ച് വ്യത്യാസം. This is crab fried rice. This is cashew chicken and this is teriyaki chicken. സോ നമ്മൾ കഴിച്ച ഫുഡൊക്കെ ഭയങ്കര നൈസായിരുന്നു. ഫുക്കറ്റിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറ്റിൽ ഫുക്കറ്റിലെ ഫുഡായിരുന്നു. സോ ആരെങ്കിലും ഓൾഡ് ടൗണിൽ വരുന്നുണ്ടെങ്കിൽ ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്. സോ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾ ബാങ്കോക്കിലേക്ക് പോകുന്നത്. സോ ഇവിടെ നിന്ന് പോകാൻ കുറച്ച് പാടായിരുന്നു, കാരണം ഈ ഓൾഡ് ടൗൺ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തോരം വെയിലത്ത് അത്ര നടന്നതെന്ന്. എൻ്റെ ഫേസ് ഫുള്ള് ടാനായി. ആൻഡ് ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ കഴിച്ചു, ഷോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുക്കറ്റ് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത ശേഷം ബാങ്കോക്കിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ബാഗൊക്കെ എടുത്തിട്ട് വി ആർ ആക്ച്വലി ഗോയിങ് ടു ബാങ്കോക്ക്. നമ്മുടെ കിഡ്നി എടുക്കാൻ കൊണ്ടുപോകുന്നതാണോ? ആൻഡ് നമ്മൾ ചിലപ്പോൾ ഒക്കെ ഗ്രാബിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും വലിയ ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടിയൊക്കെ കിട്ടും. ആൻഡ് ഈ ഒരു വണ്ടി വന്നപ്പോൾ ഭയങ്കര ഒരു അൺയൂഷ്വൽ ആയിരുന്നു നമുക്ക് ആദ്യം, കാരണം ഇനി നമ്മൾ എവിടെയെങ്കിലും തട്ടിക്കൊണ്ട് പോകാനായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വ്ളോഗ്. നമുക്ക് 7:30 ആണ് നമ്മുടെ ബസ്സുള്ളത് ടു ബാങ്കോക്ക്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഐ വിൽ ബി അപ്ലോഡിങ് സൂൺ. സോ ബൈ.